ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ രഞ്ജുവും നമ്മുടെ ഗോവിന്ദിൻ്റെ ഫ്രണ്ട് കൂടിയും കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഉല്ലസിച്ചു ആർമാദിക്കാണ് കേട്ടോ. എല്ലാവരും നല്ല അത്യാവശ്യം കുടിച്ച് നല്ല ബോധം കെട്ട അവസ്ഥയിലാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഗീതും ചെന്നിട്ട് ഗീതു പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് ഗോവിന്ദിനെ. പക്ഷേ ഗീതു അവരുടെ ഡാൻസിൻ്റെ ഇടയിൽ പെട്ടു പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന് കള്ളു പിടിച്ച് മാനസ് രജിമിൻ്റെ ചെയർമാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കണം കേട്ടോ ഗോവിന്ദനെ. അപ്പോൾ ഗോവിന്ദ് പറയേണ്ട കള്ളിൻ്റെ മുമ്പിൽ ഇവിടെ മാനേജറും ചെയർമാനും ഒന്നും ഇല്ല ഗീതു, എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ പിടിച്ച് വെച്ചിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ രഞ്ജുവും ഗോവിന്ദും തമ്മിൽ ഡാൻസ് കളിക്കാൻ നോക്കുമ്പോൾ അതൊക്കെ തടഞ്ഞ് അവരുടെ ഇടയിൽ കിടന്ന് മറിയുവാണ് കേട്ടോ നമ്മുടെ ഗീതു. ഇവിടുത്തെ ബഹളവും കൊട്ടും ഒക്കെ കേട്ടിട്ട് രാധികാമ്മയെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. രാധികാമ്മേനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗീതു റൂട്ട് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. ഗോവിന്ദിൻ്റെ കൂടെ ഡാൻസ് കളിച്ച് ഉല്ലസിക്കും പോലെയൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ബോധമില്ലാതെ രഞ്ജു ഗീതുവിനെ വിളിച്ചിട്ട് പറയുന്നത്, ഗീതു നിന്നോട് ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്, എന്നോട് ക്ഷമിക്കുക ഗീതു എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് നിന്നോട് എല്ലാം ഏറ്റു പറയണം ഗീതു, അല്ലെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് ചത്തുപോകുന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കണ്ട ഗോവിന്ദ പെട്ടെന്ന് പറയണേ, രഞ്ജു പറയാനുള്ളതൊക്കെ നാളെ പറയാം, നീ ഇപ്പോൾ തൽക്കാലം റൂമിലേക്ക് പോകുന്നു പറയാൻ കേട്ടോ. അപ്പോൾ രഞ്ജു പറയാൻ ഇല്ല എനിക്ക് ഇപ്പം തന്നെ പറയണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവളെന്താ ബോധമില്ലാതെ എന്തായിരിക്കും പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവക്കടെ വെളിപ്പെടുത്തലും കൂടി കേൾക്കാത്തതിൻ്റെ കുറവുള്ളൂ, റൂമിൽ പോയി കഥ കടിച്ചിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രഞ്ജു പറയാണ്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടേ, ഈ മൂഡിലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് രാധിക പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ഇങ്ങനെ ബോധമില്ലാതെ പറയണം, എനിക്ക് എല്ലാവരോടും പറയണം ആ സത്യം, എനിക്ക് രാധികാമ്മേനോടും ഗീതുവിനോടും എല്ലാവരോടും എനിക്ക് ആ സത്യം ഇപ്പോൾ പറയണം. ഇത് പറയാണ്, രാധികാമ്മ ഞാൻ എന്തിനിവിടെ വന്നേന്നറിയോ, എനിക്ക് പറയണം രാധികാമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് കൂവാണ് കേട്ടോ രഞ്ജു. അപ്പോൾ പെട്ടെന്ന് ഗീതു രാധികാമ്മ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് രഞ്ജുവിനെ വിളിച്ചിട്ട് പോകും, നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നീ ഇപ്പോൾ പറയാനുള്ള അവസ്ഥയിലല്ല, വാ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനെ വിളിച്ചിട്ട് പോകാൻ കേട്ടോ. ഇതിനിടയ്ക്ക് രേഖയെ ഇങ്ങനെ കണ്ണടിച്ച് കാണിക്കണം കേട്ടോ രഞ്ജു. അങ്ങനെ സൂത്രത്തിൽ രഞ്ജുവിനെയും വിളിച്ചിട്ട് ഗീതു അകത്തേക്ക് നടക്കുവാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ, ഗീതു അങ്ങോട്ടേക്ക് രഞ്ജുവിനെ കൊണ്ടുപോകണേന്നുള്ളൊരു മട്ടിൽ. ഒരു ഭാഗത്ത് രഞ്ജുവിനെ അങ്ങനെ നൈസായിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാൻ, പറ നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് രഞ്ജു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുവാണ് കേട്ടോ. കരയാതെ, നീ എന്ത് പറഞ്ഞാലും എന്നെ ഉൾക്കൊള്ളാൻ തന്നെ തയ്യാറായിട്ട് എന്നാ നിൽക്കുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ പറ. അതെ, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗീതു എന്ന് പറഞ്ഞിട്ട് പിന്നെയും കരയാണ് കേട്ടോ രഞ്ജു. ഞാൻ നിന്നോട് ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു. അതെ, ഒളിച്ചു വെച്ചതൊക്കെ തുറന്നു പറഞ്ഞു, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡിയാന്ന് പറയാൻ കേട്ടോ ഗീതു. പക്ഷെ ഞാൻ പറയുന്നത് നീ ആരോടും പറയരുത്. ഇല്ല ഒരിക്കലും പറയില്ല, മദർ പ്രോമിസ്. അപ്പോൾ എന്ന് പറയാണ്, മദർ മാത്രമല്ല മദറും ഗ്രാൻഡ് ഫാദറും ഫാദറും എല്ലാം ചേർന്നിട്ടുള്ള പ്രോമിസ്. എന്നാലേ ഞാൻ പറയാൻ പോകുന്നതേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വെള്ളം വേണോ? വെള്ളം വേണ്ട, എനിക്ക് കള്ള് മതി എന്ന് പറയാണ്. അപ്പോൾ ഗീതറി, ഇനി നീ കള്ള് കുടിച്ചാലേ നിൻ്റെ കരച്ചിൽ കൂടത്തേ ഉള്ളൂ. പറയാം ഞാൻ ഗോവിന്ദേട്ടൻ്റെ ആരാണെന്നല്ലേ നിനക്ക് അറിയണ്ടേ? അതെന്നെ പറ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ഞാൻ ഗോവിന്ദേട്ടൻ്റെ ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും, നിന്നെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയാമല്ലോ. പെട്ടെന്ന് ഒച്ചത്തിൽ വിളിക്കാൻ കേട്ടോ രഞ്ജുന്ന് ഗോവിന്ദ്. എന്നിട്ട് ഗീതിനെ മാറ്റിക്കൊണ്ട്, നീ ഇവിടെ നിൽക്കണോ, ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, പ്ലീസ് ഞാൻ ഈ രഹസ്യം ഒന്ന് പറയട്ടെ. അപ്പോൾ ഗീതു കണ്ണായിട്ട് ഒന്ന് മാറി, രഞ്ജു പറയട്ടെ. അത് അവൾ കള്ളു പിടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായി. ഇപ്പോൾ പറഞ്ഞാലേ അവൾ പരസ്പര ബോധമില്ലാത്ത കാര്യമൊക്കെ പറയുള്ളൂ, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിച്ചുകൊണ്ടും പോവാണ് കേട്ടോ രഞ്ജുവിനെ. അപ്പോൾ ഗീതു പറയണോ, പറയണത് ഭയങ്കര നോർമലാണല്ലോ, ശരിക്കും നിങ്ങളെ ആരാ പൂസായി വെക്കണതെന്ന് ചോദിക്കാനാണ്. അതെ, ഇവളിപ്പോൾ പറയുന്നത് പിന്നെ പറയില്ല, അതുകൊണ്ട് നമുക്ക് സ്വഭാവത്തോടെ നാളെ സംസാരിക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ്. എന്നിട്ട് രഞ്ജുവിനെ വിളിച്ചിട്ട് പോവാണ്, വാ നീ ഇങ്ങോട്ട് വന്നേ, നിന്നെ ഞാൻ റൂമിലേക്ക് ആക്കാം. അപ്പോൾ രഞ്ജു പറയണേ, എനിക്ക് ആരോടെങ്കിലും സത്യം പറയണം, നീ എന്നോട് പറഞ്ഞോ, ഞാൻ എത്ര വേണമെങ്കിലും സത്യം കേൾക്കാം, പക്ഷെ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗോവിന്ദ് രഞ്ജുവിനെ വിളിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഗീത ഇപ്പം ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. സത്യം പറയിപ്പിക്കാതിരിക്കുന്ന അവളെ വിളിച്ചുകൊണ്ടും പോവാ, കണ്ണിട്ടോ എന്നെ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യമില്ല, അത് ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ ഗീതു. അങ്ങനെ രാത്രി കിടന്നുറങ്ങാനുള്ള പുറപ്പാടിൽ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ബെഡിലിരിക്കുമ്പോൾ ഗീതു വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും മനസ്സിലായി. നിനക്ക് എന്താ മനസ്സിലായത്? അതെ, കണ്ണിട്ട് ഭയങ്കര കള്ളനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. രഞ്ജുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ, അത് തടസ്സപ്പെടുത്തി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ണേട്ടനാണെന്ന്. കണ്ണേട്ടനും രഞ്ജുവും തമ്മിലുള്ള റിലേഷനെ അവൾ പറയാൻ തുടങ്ങിയതാ. ആ സമയത്തല്ലേ അതൊന്ന് കൊള്ളാക്കിയത്? അതാണോ? അത് തന്നെയാ ഗോവിന്ദ എന്ന് പറയാൻ കേട്ടോ. നേരത്തെ ശത്രുക്കളായി പെരുമാറിയ നിങ്ങളെങ്ങനെ ഇത്ര അടുപ്പക്കാരായി? അത് ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് അതിൻ്റെ ചിലവ് 4 ഗ്ലാസ് കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ഗ്ലാസ് കള്ളോ? അത് കൊടുത്താലേ അവൾ എന്തും തുറന്നു പറയും. വേണമെങ്കിലേ 8 ഗ്ലാസ് തന്നിട്ട് നിങ്ങളെക്കൊണ്ട് വേണമെങ്കിൽ ഞാൻ രഹസ്യം കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ
ഗോവിന്ദ് പറയണത് നിനക്ക് ആ രഹസ്യം അറിഞ്ഞാൽ പറ്റുള്ളൂ ഞാൻ പറയാം. അതിനു മുമ്പ് റിലേഷൻ ഉണ്ടാവാനുള്ള കാരണം കൂടി അറിയണ്ടേ, ഞാൻ പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ്. എന്നിട്ട് ഇതിനോട് പറയാണ്, ഇത് നമ്മൾ മാത്രമേ അറിയാവൂ, നീ അല്ലാതെ വേറെ ആരും ഇത് വിശ്വസിക്കില്ല. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും അഡ്വഞ്ചർ ട്രിപ്പ്. നിങ്ങൾ ഒറ്റയ്ക്കോ? രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു. ഓ ഓക്കെ ഓക്കെ. അതായത് ഈ താമരശ്ശേരി ചെറുത് കേട്ടിട്ടില്ലേ? അഡ്വഞ്ചർ ട്രിപ്പ് ചുരം. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ്, ഞങ്ങളുടെ ടയറിൽ നിന്ന് പെട്ടെന്ന് ഒരു ആണി തുറച്ചു. ആണിയോ? ആ ആണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പൊട്ടക്കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞൊപ്പിക്കുകയാണ് കേട്ടോ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത്. ആദ്യം ഇതെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഗീതു ഇങ്ങനെ പറയാൻ, ഓ ഈ കഥ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. ഓ എൻ്റെ അടുത്ത് ഈ അടവൊന്നും ചിലവാവില്ല, ഇത്ര നേരം എന്നെ പൊട്ടം കളിപ്പിക്കാന്നല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് നീ അല്ലാതെ വേറെ ആരും വിശ്വസിക്കില്ലെന്ന്. നീ ഒരു മണ്ടിയാണെന്ന് നിന്റെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചേക്കാലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഓ എടാ ദുഷ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗീതു. അങ്ങനെ കൈ വേദനിക്കുമ്പോൾ ഗീതു നല്ലൊരു കടിയും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അടുത്ത സീരിയൽ കാണിക്കുന്നത് കിഷോറിനെയാണ് കേട്ടോ. കിഷോറിനോട് അമ്മ വന്നിട്ട് പറയാണ്, നീ അവർണികയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, പരമാവധി അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ കിഷോർ പറയാണ്, അവർണിക പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇതൊക്കെ കേൾക്കുന്നതല്ലേ. എടാ ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എന്നാലേ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ജനിക്കുള്ളൂ. അപ്പോൾ അവർണിക പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തോട് വിട്ടിട്ട് അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. അച്ഛനെ വിളിച്ചത് നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നാ പറഞ്ഞേ. അപ്പോൾ കിഷോർ പറയണേ, അതിന് ഇത്ര പേര് സന്തോഷിക്കാൻ എന്താ? ഓ ഇത് വലിയ ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ, എല്ലാവരും വിളിച്ച് അറിയിക്കാനൊക്കെ ദേഷ്യത്തിൽ പറയാണ് കേട്ടോ. അപ്പോൾ അവർണിക പറയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യത്തിലേ ഇത് ആദ്യത്തെ സംഭവം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കിഷോറിൻ്റെ അമ്മ പറയണ്ടേ, എടാ എന്താണ് ഗർഭിണിയായിരിക്കുന്ന ഭാര്യയുടെ അടുത്താണ് നീ ചൊറിയുന്ന വർത്താനം പറയുന്നത്? അപ്പോൾ അവർണിക പറയാണ്, അല്ലെങ്കിലും എപ്പോഴും എന്നോട് ചൊറിയാനല്ലേ കിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ മറ്റു വിഷയങ്ങൾ പറയണ്ടേ, ഈ പ്രഗ്നൻ്റ് ആയ കാര്യം നീ എന്തിനാ ആൾക്കാരോടൊക്കെ വിളിച്ച് പറയുന്നത് ദേഷ്യത്തിൽ പറയണം കേട്ടോ. ഒളിപ്പിച്ച് വെക്കാൻ ഇതെൻ്റെ അവിഹിതമൊന്നുമല്ലല്ലോ. ഓ അതല്ല പറഞ്ഞേക്ക, നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. നമ്മുടെ രണ്ടുപേരുടെയും പ്രതിഫലം കൊണ്ട് ലോണിന് ഇൻട്രസ്റ്റ് പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ചിലവുകൾക്കുള്ള പണം പോലും നമുക്ക് സമ്പാദ്യമായിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് ചോദിക്കണം കേട്ടോ. ഇത് കേട്ട് ഞെട്ടുവാണ് അവർണിക. പെട്ടെന്ന് ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചിട്ട് അമ്മ ചോദിക്കാൻ, എടാ നീ എന്താണോ പറയുന്നത്, ദേവദോഷം പറയുന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവർണിക ചോദിക്കാണ്, നിനക്കെന്താ ഈ കുഞ്ഞിനെ വേണ്ടേ? നമ്മുടെ ഈ അവസ്ഥ വെച്ചിട്ട് നോക്കിയിട്ട്. അപ്പോൾ അവർണിക പറയും, എന്തവസ്ഥ, നിത്യ ചെലവിന് പോലും ഗതിയില്ലാത്ത വീടുകളിൽ 2-3 വെച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ തലക്ക് കീഴിൽ നീ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ കിഷോർ പറയാണ്, നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അപ്പോൾ അവരുടെ പറയും, നമ്മുടെ കുഞ്ഞിനെ ആവശ്യത്തിനുള്ള സൗകര്യത്തിൽ ജീവിച്ചാൽ മതി. അപ്പോൾ കിഷോറിൻ്റെ സിസ്റ്റർ വന്നിട്ട് ചോദിക്കാൻ കേട്ടോ, എന്തായിട്ട് ഇതൊക്കെ പറയുന്നത്, ഈശ്വരൻ തരുന്ന ഒരു ജീവന് വേണ്ടാന്ന് വെക്കാനാണോ ഏട്ടൻ ശ്രമിക്കുന്നത്? അപ്പോൾ കിഷോർ പറയാണ്, 1 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നവും തീരും, നമ്മുടെ ആവശ്യം അപ്പോൾ പോരെ അവർണിക്കേ. ഓഹോ അപ്പോൾ ഈ ജീവനെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ കണ്ടിച്ച് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണമെന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കണം കേട്ടോ. നീ എൻ്റെ ഭർത്താവായി തുടർന്നാലില്ലെങ്കിലും ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലെന്ന് പറയാണ് കിഷോറിൻ്റെ അടുത്ത് അവർണിക. അപ്പം അമ്മയും പറയാണ്, ഇവൻ വെളിവുകോടും കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നതാ മോളെ. കള്ളും ബിസിനസ്സും അല്ലാതെ കുടുംബം കുട്ടികളെന്ന് പറഞ്ഞൊരു ചിന്ത ഇവനില്ല, അതിൻ്റെ കുഴപ്പമാണ്. ഞാനും മോക്കടെ കൂടെ നിൽക്കുന്നു, ഈ കുഞ്ഞിനെ വേണ്ടാന്നൊക്കെ ഞാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർണിക കിഷോറിനോട് പറയാണ്, ഉദരത്തിൽ വെച്ച് തന്നെ ഉണ്ടല്ലോ നീ കൊല്ലാന്ന് തീരുമാനിച്ചില്ലേ, അത് കുഞ്ഞിനെ കൊന്നതിന് തുല്യം തന്നെയാണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വളർത്തും. ഇത് കുഞ്ഞിന് വേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കണം എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ കിഷോറിൻ്റെ അനിയത്തിയും ചോദിക്കാൻ കേട്ടോ, ഇപ്പോൾ എന്താ ആലോചിക്കാനാ, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അങ്ങോട്ട് വളർത്തണം. ഓ എന്നാലും നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയല്ലോടെ ദ്രോഹി എന്നൊക്കെ പറയാൻ കേട്ടോ കിഷോറിൻ്റെ അമ്മ. സൗകര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിനക്ക് ദൈവം സന്താനഭാഗ്യം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാന്നൊക്കെ ചോദിക്കുകയാണ്. കിഷോർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അവർണിക അപ്പോൾ കരയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞ് ജനിക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിഷോർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് വിഷമിച്ച് ഇങ്ങനെ കരയുവാണ് അവർണിക. അവർണികേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അനിയത്തിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർണിക ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ചത്, കിച്ചു എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ.